നമസ്കാരം. ഇന്നലെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് കണ്ടു. അതിനു മുമ്പുള്ള ക്ലാസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്ന ഇനങ്ങൾ ഏതെല്ലാമെന്നും ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ വെച്ച് എങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. എയും ബിയും ലാഭം തുല്യമായി പങ്കുവെക്കുന്ന ഒരു സ്ഥാപനത്തിലെ പങ്കാളികളാണ്. അവരുടെ ക്യാപിറ്റൽ യഥാക്രമം 2 ലക്ഷവും 1 ലക്ഷം രൂപയുമാണ്. പങ്കാളിത്ത പ്രമാണമനുസരിച്ച് വർഷത്തിൽ 10% നിരക്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കുന്നു. എക്ക് ശമ്പളം 40,000 രൂപയും ബിക്ക് 30,000 രൂപയുമാണ്. നെറ്റ് പ്രോഫിറ്റ് 1,50,000 രൂപയും ആയിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനും ഓരോ പങ്കാളിക്കും അവകാശപ്പെട്ട പ്രോഫിറ്റ് ഷെയർ എന്താണെന്ന് കണ്ടുപിടിക്കാനുമാണ് നമ്മളോട് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. എയുടെയും ബിയുടെയും ക്യാപിറ്റൽ 2 ലക്ഷം 1 ലക്ഷം രൂപ വീതമാണ്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വർഷത്തിൽ 10% നിരക്കിലാണ്. എക്ക് സാലറി 40,000 രൂപയും ബിക്ക് 30,000 രൂപയുമാണ്. നെറ്റ് പ്രോഫിറ്റ് 1,50,000 രൂപയാണ്. ഇത് വെച്ച് എങ്ങനെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ 2 ഇനങ്ങളാണ് വരുന്നത്. ഒന്ന് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, 2 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. ഡെബിറ്റ് സൈഡിൽ വന്ന ഇനങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഇത്രയുമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ആദ്യം നമ്മൾ രേഖപ്പെടുത്തേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റിസൾട്ടായ നെറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ബ്രോഡ് ചെയ്യുക. അത് എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,50,000. അതേസമയം ഇത് നെറ്റ് ലോസ് ആണെങ്കിൽ അത് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്കാണ്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എ 2 ലക്ഷം ഇൻറ്റു 10/100 = 20,000. ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ബിയുടെ ക്യാപിറ്റൽ 1 lakh ഇൻറ്റു 10/100 = 10,000. ഇത് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്കാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എ 20,000, ബി 10,000. ടോട്ടൽ എമൗണ്ട് കോളത്തിലേക്ക് എഴുതുക 30,000. അടുത്തത് സാലറി. എയുടെ സാലറി 40,000 രൂപ, ബിയുടെ സാലറി 30,000 രൂപ. അങ്ങനെ മൊത്തം സാലറി നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതി 70,000. ക്വസ്റ്റ്യനിലുള്ള മുഴുവൻ അഡ്ജസ്റ്റ്മെന്റുകളും നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ഏറ്റവും വലിയ എമൗണ്ട് ഇരുഭാഗത്തും നമ്മൾ നൽകണം. 1,50,000 ഏറ്റവും വലിയ എമൗണ്ട്. അതിനുശേഷം ഏറ്റവും വലിയ എമൗണ്ടിൽ നിന്നും ചെറിയ എമൗണ്ട് കുറയ്ക്കുക. 1,50,000 നിന്നും 1 ലക്ഷം കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നമുക്ക് 50,000 രൂപ കിട്ടി. ഈ 50,000 രൂപ എക്കും ബിക്കും ഇടയിൽ ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. കാരണം എയും ബിയും ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എയുടെ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് 50,000 × 1/2 25,000.
ബിയുടെ പ്രോഫിറ്റ് ഷെയർ 50,000 ഇൻറ്റു 1/2 ഇസ് ഈക്വൽ ടു 25,000. ഇത് 4:1 എന്നാണെന്ന് കണക്കാക്കുക. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 4:1 ആണെങ്കിൽ എ 50,000 ഇൻറ്റു 4/5, ബി 50,000 ഇൻറ്റു 1/5. ഈ രൂപത്തിലായിരിക്കും നമ്മൾ എഴുതുക. ഇരു സൈഡും തമ്മിലുള്ള വ്യത്യാസം കുറവുള്ള സൈഡിൽ എഴുതി. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നു. ക്രെഡിറ്റ് ബാലൻസ് നെറ്റ് പ്രോഫിറ്റിനെ സൂചിപ്പിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് പങ്കാളികൾക്കിടയിൽ അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ വീതിച്ച് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തുക. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഏത് മെത്തേഡിന് കീഴിലാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നതിൻ്റെ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഊഹിക്കേണ്ടത് ആ സ്ഥാപനം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന് കീഴിലാണ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എന്നാണ്. അതുകൊണ്ട് പങ്കാളികൾക്കിടയിൽ വീതിക്കുന്ന ഈ 50,000 രൂപ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തണം. ക്യാപിറ്റൽ അക്കൗണ്ട്സ് എ 25,000, ബി 25,000. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഉണ്ടെന്ന് കണക്കാക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഉണ്ടെങ്കിൽ അതെവിടെ എഴുതണം? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക.